സഹസ്രാബ്ദങ്ങൾക്കപ്പുറം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ഭാര്യ ഹാജറയും കുഞ്ഞുമകനായ ഇസ്മായിലിനെയും ആ ഊഷരഭൂമിയായ ജനരഹിതമായ ആ മക്ക എന്ന ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യരും അവിടെ ഇല്ലായിരുന്നു. ആ ഉമ്മയുടെ കൈവശം ഒരു 5 ലിറ്ററുള്ള ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും കുറച്ച് ഈത്തപ്പഴവും മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോകുന്നത് കണ്ടിട്ട് പിന്നാലെ പോയി ചോദിച്ചു, എന്നെയും കുഞ്ഞിനെയും ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോവുകയാണോ? നിശബ്ദതയായിരുന്നു മറുപടി. ഹാജറ ചോദിച്ചു, അമറക്കല്ലാഹു ബിഹാദ, ഇബ്രാഹിം, അള്ളാഹു പറഞ്ഞിട്ടാണോ താങ്കൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നഅം യാ ഹാജർ, അതെ, അള്ളാഹു പറഞ്ഞിട്ടാണ്. ഹാജറയുടെ കൈവശമുണ്ടായിരുന്ന വെള്ളം 3-4 ദിവസമായപ്പോൾ തീർന്നു കഴിഞ്ഞു. ആ സഫാ മറുവ കുന്നുകൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഉമ്മ വെള്ളം അന്വേഷിച്ച് ഓടാൻ തുടങ്ങി. തൻ്റെ ദാഹത്തെക്കാളപ്പുറം തൻ്റെ കുഞ്ഞിൻ്റെ ദാഹം സഹിക്കാനും പിടിച്ചു നിൽക്കാനും കഴിയുന്നില്ല. ഒരു 6-7 പ്രാവശ്യം കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ചിറകുകൊണ്ട് ആ മണലിൽ ഒരു വലിയ കുഴി കുത്തുകയാണ്. അവിടെ നിന്ന് സംസമിൻ്റെ ഉറവ പൊട്ടി ഒഴുകുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഉമ്മയുടെ ഭാഷയിൽ സംസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. റബ്ബ് നൽകുന്ന ആ ദൃഷ്ടാന്തം 2025 ജനലക്ഷങ്ങൾ കുടിക്കുകയും ആഹ്ലാദം പങ്കിടുകയും ആ സഫാ മറുവകൾക്കിടയിൽ ആ ഉമ്മ അന്ന് വെപ്രാളപ്പെട്ട് ഓടിയതിൻ്റെ ആ സ്മരണയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോ ഹാജിയും ഓരോ ഉംറ നിർവഹിക്കുന്നവരും സഫാ മറുവകൾക്കിടയിൽ ഓടുന്നത് ആ കറുത്ത പെണ്ണായ ഹാജറ അന്ന് റളിയല്ലാഹു അൻഹ ഓടിയതിൻ്റെ ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. ആ പ്രവാചക പാത ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിക്കും.